ദൈവത്തിന് സ്തോത്രം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 26 ദിവസം കൂടെ കഴിഞ്ഞാൽ 2013 കടന്നു വരും. 2012 എന്നേക്കുമായി നമ്മോട് യാത്ര പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ ഈ 2013 കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹവും വലിയൊരു വിടുതലും ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അതിന് തക്കവണ്ണം നമ്മളെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾ വന്നത് ഒരു അനുഗ്രഹമായി നിങ്ങൾക്ക് മാറാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ നാളുകളെ തിരിഞ്ഞു നോക്കുമ്പോൾ വേദനിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടായി കാണും, ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടായി കാണും, ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടായി കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതെല്ലാം അവിടെ കിടക്കട്ടെ. പ്രൈസ് ഗോഡ്. അടഞ്ഞ വാതിലുകൾ, അടഞ്ഞ വഴികൾ, ഇതെല്ലാം അവിടെ കിടക്കട്ടെ. രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നഷ്ടങ്ങളുടെയും കണക്കുകൾ അതവിടെ കിടക്കട്ടെ. പ്രൈസ് ഗോഡ്. എന്നാൽ വിശ്വാസ കണ്ണാൽ അടുത്ത 2013 എനിക്ക് ദൈവം മാറ്റങ്ങൾ വരുത്തുന്ന വർഷമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിൽ പറയുന്നത് നീതിമാൻ്റെ ഗതി മേലോട്ടെന്ന്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ദൈവവചന പ്രകാരം മുന്നോട്ട് പോകാൻ നമ്മളെ ദൈവം അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ അതിൻ്റേതായ സമർപ്പണങ്ങളും അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഇല്ലാതെ പോകുന്നത് കൊണ്ട് ഇത് പ്രാപിക്കാൻ കഴിയാതെ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ പഴയ കാലത്തൊക്കെ വീട്ടിൽ കിണറില്ല, പൈപ്പില്ല, കുളമില്ല, അങ്ങനെയുള്ള പല വീടുകളുണ്ട്. വളരെ ദൂരെ ചില വീട്ടിൽ മാത്രമേ വെള്ളം, കുടിക്കുന്ന വെള്ളം ഉണ്ടാകാറുള്ളൂ. ഇന്നിപ്പോൾ എല്ലാ വീട്ടിലും തിരിച്ചാൽ വെള്ളം വരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്നങ്ങനെ അല്ല. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 10-12 വീടുകളുടെ മധ്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുഴിക്കുമ്പം നല്ല വെള്ളം കിട്ടുകയില്ല, ഉപ്പ് വെള്ളമാണ് കിട്ടുന്നത്. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ ഉറവയ്ക്ക് എന്തോ വർഷങ്ങൾക്ക് പുരാതന കാലം മുതൽ അവിടുത്തെ വെള്ളത്തിന് ഉപ്പില്ല, ഞങ്ങളുടെ വെള്ളത്തിന് ഉപ്പില്ല. അപ്പം ഞങ്ങൾ മാത്രമല്ല പലരും രാത്രിയും പകലും വന്ന് ഇങ്ങനെ കോരിക്കൊണ്ട് പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. അതിങ്ങനെ കിടക്കുക, അത് ഇഷ്ടം പോലെ കോരിക്കൊണ്ട് പോകാം. ദൈവത്തെ സ്തോത്രം. പക്ഷെ കുഴപ്പമെന്നറിയാമോ, അവിടെ ഒന്ന് കോരിക്കൊണ്ട് പോകുമ്പോൾ ചിലർ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വീട് വരെ വെള്ളം എത്തിക്കാറില്ല. 2 കാരണത്താലല്ല ചിലർക്ക് വീട്ടിൽ വരെ വെള്ളം എത്താത്തത്. പഴയ കാലത്ത് മണ്ണിൻ്റെ കുടം ഇന്ന് അങ്ങനെ അധികം കാണുന്നില്ല. വെള്ളം കോരാനായിട്ടുണ്ടാകും. അതിന് ഹോള് വീഴും. ഈ ഹോള് വീണ് കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഹോളൊക്കെ അടച്ചിട്ടാണ് വരുന്നത്. പക്ഷെ വെള്ളം കോരി കഴിയുമ്പം ഹോള് പിന്നെയും തുറക്കും. പ്രൈസ് ഗോഡ്. വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാലിക്കുടം വീട്ടിൽ നിന്ന് കാലിക്കുടം കൊണ്ട് വന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും കാലിക്കുടമായിട്ടാണ് കയറുന്നത്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, നിറച്ച് വെള്ളം കോറും, ഒരു ഹോളുമില്ല, നല്ല കുടമാണ്, വലിപ്പമുള്ള കുടമാണ്, ഒറ്റുള്ളി വെള്ളം പോകത്തില്ല. പക്ഷേ പ്രൈസ് ഗോഡ് വെള്ളം കോരി തോളത്ത് വെച്ചോ തൂക്കി പിടിച്ചോ കൊണ്ടുപോകും, ചിലർ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകും. പക്ഷേ വീടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എവിടെയെങ്കിലും തട്ടും, താഴെ വീണിട്ടോ വേണം, കുടവും പൊട്ടും, വെള്ളവും പോകും. പ്രൈസ് ഗോഡ്. ഈ ഇങ്ങനെ 2 കൂട്ടരുടെ വീട്ടിൽ കോരിയാലും വെള്ളം എത്തുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ചോർച്ചയില്ലാത്തൊരു കുടവും കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. താഴെ വീണ് പൊട്ടിപ്പോകാത്ത ഒരു അനുഭവത്തിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഉറപ്പുള്ളവർ എത്ര പേർ വന്നിട്ടുണ്ട്? ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹം നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാൻ സാധിച്ചാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദാഹം മാറും, നിനക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ വഴികളും അതോടെ തീരും. പ്രൈസ് തുറക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഈ വെള്ളം കൊണ്ടു ചെന്നിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനെന്ന് വിചാരിച്ച് വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള മാർഗം കൂടെ ഞാൻ ഓർത്തോണം. അത് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ ശമര്യക്കാരത്തിയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ശമര്യക്കാരത്തിക്ക് ഇതിൻ്റെ കുട്ടൻസ് പിടികിട്ടിയില്ല. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുകയാണ്, എന്നാൽ ആ വെള്ളം കുറച്ച് എനിക്ക് തരണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവോട് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞത് ചോദിച്ചാൽ തരാമെന്നാണ്. ചോദിച്ചാൽ തരാമെന്ന്. ഇന്ന് രാത്രി മേടിക്കാൻ വന്ന ഒത്തിരി പേരെ എനിക്ക് കൈ പൊക്കാൻ പറഞ്ഞാൽ പൊക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ചോദിച്ച് മേടിക്കാൻ വന്ന എത്ര പേരോട് വന്നിട്ടുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്ക്, ദൈവം നിങ്ങൾക്ക് തരട്ടെ.
ഇന്നത്തെ ഈ മാസത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പുസ്തകം യെശയ്യാ പ്രവചനമാണ് ഈ മാസം ചിന്തിക്കുന്നത്. ഇവിടെ പതിവായിട്ട് ഫേസ്ബുക്കിലില്ലാത്ത ആളുകൾ വേദപുസ്തകം മുടങ്ങാതെ വായിക്കാനും ധ്യാനിക്കാനും ഒരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് പറയട്ടെ. ഈ ഡിസംബർ മാസം മുഴുവനും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യെശയ്യാ പ്രവചനമാണ്. ഇവിടുത്തെ എല്ലാ പ്രസംഗങ്ങളും യെശയ്യാ പ്രവചനത്തിൽ നിന്നായിരിക്കും. ഫേസ്ബുക്കിൽ നടക്കുന്ന പൊതു മീറ്റിങ്ങുകളിലെ പ്രസംഗങ്ങളെല്ലാം, ഹൗസ് ചർച്ച് മീറ്റിങ്ങുകളിലെ പ്രസംഗങ്ങളെല്ലാം ഈ യെശയ്യാ പ്രവചനത്തിൽ നിന്നായിരിക്കും. പ്രൈസ് ഗോഡ്. പക്ഷേ യെശയ്യാ പ്രവചനം 66 അധ്യായങ്ങളുണ്ട്. അത് മുഴുവനും കൂടെ ഈ മാസം വായിച്ച് തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഡിസംബർ മാസത്തിൽ ആദ്യത്തെ 33 അധ്യായങ്ങൾ ആണ് വായിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അനുഗ്രഹം പ്രാപിക്കണം. വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളിൽ ഒന്നാണ് യെശയ്യാ പ്രവചനം. ആമേൻ. 66 അധ്യായങ്ങളുള്ള ആ പുസ്തകത്തെ മുഴുവൻ വേദപുസ്തകത്തോടാണ് വേദശാസ്ത്രജ്ഞന്മാർ ഉപമിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ 65 പുസ്തകങ്ങളും കത്തിച്ചു കളഞ്ഞാലും 65 പുസ്തകങ്ങളും കൈവശം കിട്ടിയില്ലെങ്കിലും 66ാമത്തെ പുസ്തകം യെശയ്യാ പ്രവചനം കയ്യിൽ കിട്ടിയാൽ മിശിഹായെക്കുറിച്ചുള്ള എല്ലാ വാഗ്ദത്തങ്ങളും പ്രാപിച്ച് ഒരുവിന് രക്ഷ നേടാൻ ആ ഒരൊറ്റ പുസ്തകം മതി എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഒത്തിരി വിശേഷതകളുടെ പുസ്തകമാണ് യെശയ്യാ പ്രവചനം. അപ്പോൾ ആ യെശയ്യാ പ്രവചനത്തിൻ്റെ 1 to 33 ഈ മാസം ചിന്തയ്ക്കായിട്ട് നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക്, രാവിലത്തെ പ്രാർത്ഥനയ്ക്കും ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. 33 ദിവസം ആവറേജ് ഒരു അധ്യായം വെച്ച് വായിച്ചാൽ ഈ മാസം കൊണ്ട് അത് വായിച്ച് തീർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കും. പ്രൈസ്. മാത്രമല്ല, നിങ്ങൾ മുടങ്ങാതെ ഈ പുസ്തകം വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഒത്തിരി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് രാത്രി ഹാലൊരു ദൈവം നിങ്ങളതിന് സഹായിക്കട്ടെ. വായിക്കുന്നത് ആരാണ്, വായിക്കാത്തത് ആരാണ്, ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ദൈവമായി എടുത്ത തീരുമാനം മതി. നിങ്ങൾ ദൈവമായി എടുക്കുന്ന ഉടമ്പടി അനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ചെന്നിരുന്ന് വായിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ചിന്തയ്ക്കായിട്ട് 26-ാം അധ്യായം 1, 2, 3, 4 1 മുതൽ 4 വരെയുള്ള വാക്യം. 26-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. കാരണം യാഹാം ദൈവത്തിൽ ഒരു ആശ്രയം, ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. Our God is a permanent rock. മാറിപ്പോകാത്ത, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിനെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആദ്യത്തെ ചില നാളുകളിൽ വെള്ളത്തിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. രഫീദീമിലെത്തിയപ്പോൾ വെള്ളം കിട്ടാതെ വന്നു. എന്നാൽ അന്ന് ദൈവം കൊടുത്ത നിർദ്ദേശമനുസരിച്ച് മോശ അവിടെ ഉണ്ടായിരുന്ന ഒരു തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെടത്തക്കവണ്ണം അതിനെ അടിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മൾ വായിക്കുന്നു, പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ട് പാളയത്തിന് ചുറ്റും ഒഴുകി. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ 12 സെക്ടറായിട്ട് തിരിച്ച് നടുക്ക് സമാഗമന കൂടാരമായിരിക്കുന്ന ദേവാലയവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ, പ്രൈസ് ഗോഡ്, വെള്ളം പാളയത്തിന് ചുറ്റുമൊഴുകി. എല്ലാ പാളയത്തിന് ചുറ്റുമൊഴുകി എന്ന് പറഞ്ഞാൽ യഹൂദാ ഗോത്രം കിഴക്ക് ഭാഗത്ത് പാളയം ഇറങ്ങിയിരിക്കുന്നവർക്ക്, പ്രൈസ് ഗോഡ്, പടിഞ്ഞാറ് ഭാഗത്ത് പാളയം ഇറങ്ങുന്നവരുടെ കുളത്തിൽ പോയി വെള്ളം കോരണ്ട, കിണറ്റിൽ പോയി വെള്ളം ഓരണ്ട. അവരുടെ പാളയത്തിന് ചുറ്റും ഒഴുകുകയാണ്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പാളയം അടിച്ചിരിക്കുന്ന ഓരോ ഭവനങ്ങൾ, ഓരോ പാളയത്തിൻ്റെ ചുറ്റും, ഓരോ കൂടാരത്തിൻ്റെ ചുറ്റും, അല്ല, ഓരോ പാളയത്തിന് ചുറ്റും ഈ വെള്ളം ഒഴുകുമ്പോൾ ഓരോ ഗോത്രത്തിലുമുള്ള ഒരു പാത്രവുമായി ചെന്ന്
മുക്കി എടുത്തുകൊണ്ട് വന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട യേശു എന്ന പാറ നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ നീ താമസിക്കുന്നതിന് ചുറ്റും അനുഗ്രഹത്തിൻ്റെ നദികൾ ഒഴുകത്തക്കവണ്ണം അവൻ 40 വർഷത്തെ ചരിത്രമാണ് വേദപുസ്തകത്തിനകത്ത് കിടക്കുന്നത്. വരണ്ട നിലത്തുകൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കല്ലേ, വെള്ളമില്ലാത്തടത്ത് യാത്ര ചെയ്യുന്ന വിചാരിക്കല്ലേ, യാതൊരു സോഴ്സും കാണാത്ത, ആമേൻ, കുടിക്കാനും തിന്നാനും ഒരു സോഴ്സും ഇല്ലാത്ത ഒരു സ്ഥാനത്തുകൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കല്ലേ. 2012 ഒരുപക്ഷെ ഒരു സോഴ്സും കാണാത്തൊരു ജീവിതമായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം കണ്ടെത്തുവാൻ എനിക്ക് നിനക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന മരുഭൂ യാത്രയിൽ നിന്റെ പാളയത്തിന് ചുറ്റും അവൻ ജീവജല നദികൾ ഒഴിക്കത്തക്കവണ്ണം ഈ ദൈവം മതിയായവനാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒഴുകുന്ന അവൻ ഹല്ലേലൂയ ആ ജീവജല നദിയെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 1. 2, ഇവർ 40 വർഷം യാത്ര ചെയ്യുകയാണ്. ഓരോ പ്രാവശ്യം 39 സ്ഥലത്ത് അവർ 42 സ്ഥലത്ത് അവർ പാളയം അടിച്ചു. ഈ 42 സ്ഥലത്ത് പാളയം അടിച്ചപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കൊരിന്ത്യർ പറയുന്നു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. 1 കൊരിന്ത്യർ 10. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പാറ ഇച്ചിരി വ്യത്യാസമുള്ളൊരു പാറയാണ്. ആ പാറയുടെ പേരെന്നാ? ആ പാറ ക്രിസ്തുവായിരുന്നു. അല്ല, അതിന് മുമ്പ് അവരെ അനുഗമിച്ച ആത്മീയ പാറ. ആത്മീയ പാറ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരിമ്പാറ കണ്ട് കാണും, വെളുത്ത പാറ കണ്ട് കാണും, പ്രൈസ് ഗോഡ്, ചീങ്കൽപ്പാറ കണ്ട് കാണും. എന്നാൽ ഇന്ന് രാത്രി ആത്മീയ പാറ കണ്ടവർ എത്ര ഇവിടെ വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി എന്തുകൊണ്ട് ദൈവത്തിന് ഇസ്രായേൽ മക്കളുടെ പാളയത്തിന് ചുറ്റും ദൈവത്തിന് സ്തോത്രം വെള്ളം കവിഞ്ഞൊഴുകിയെന്ന് ചോദിച്ചാൽ അവരെ അനുഗമിക്കുന്ന ഒരു ആത്മീയ പാറയുണ്ടായിരുന്നു. ഇന്ന് രാത്രി ലോകത്ത് എന്തെല്ലാം ഉണ്ടായാലും അതുകൊണ്ട് നടക്കാത്ത വിഷയം, അതുകൊണ്ട് സാധിക്കാത്ത വിഷയം, ഒരു ആത്മീയ പാറ നിന്നെ അനുഗമിച്ചാൽ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവൻ അനുഭവമുള്ള ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഈ കരങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് കുടിച്ച് തൃപ്തി പ്രാപിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാമെന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇനിയും നിനക്ക് വേണ്ടി നദികൾ ഒഴുക്കിക്കൊണ്ട്, കൈവഴികൾ ഒഴുക്കിക്കൊണ്ട്, തോടുകൾ കുഴക്കിക്കൊണ്ട്, ആമേൻ, പ്രൈസ് ഗോഡ്, പുതിയ കൈത്തോടുകൾ വെട്ടി തുറന്നുകൊണ്ട് നീ പോകുന്നിടത്തെല്ലാം നിന്നെ ആമേൻ ഹല്ലേലൂയ നശിച്ചു പോകാതെ കാക്കുവാൻ കഴിവുള്ള ഈ ആത്മീയ പാറയ്ക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. പ്രൈസ് ഗോഡ്. അപ്പം ഒരു കാര്യം ചെക്ക് ചെയ്യണം, എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു ആത്മീയ പാറ ജീവിതത്തിൽ എവിടെയെങ്കിലും നിന്നെ അനുഗമിക്കുന്നുണ്ടാകണം. ബിസിനസ് നന്നായി പോകട്ടെ, ജോലി പ്രൊമോഷൻ കിട്ടട്ടെ, കൃഷി നന്നായി വിളവ് കിട്ടട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ അതെല്ലാം ഒരു വശത്തിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് എന്നെ അനുഗമിക്കുന്ന ഒരു ആത്മീയ പാറയുണ്ടെന്നുള്ള ഉറപ്പോടെ യാത്ര ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കന്നുകാലി, വെള്ളി, പൊന്ന് മുതലായവയിലൊക്കെയും ബഹുസമ്പന്നനായിരുന്ന, ദേശത്തിന് സമ്പത്ത് കൊണ്ട് വഹിച്ചുകൂടാതിരുന്ന, അവരെ വഹിച്ചുകൂടാതെന്ന് എഴുതിയിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായം തൊട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാൽ, 12-ാം അധ്യായം തൊട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രഹാമിന്റെ മരണം വരെ അവൻ എവിടെയൊക്കെ പാളയമടിച്ചുവോ, എവിടെയൊക്കെ കൂടാരമടിച്ചുവോ, അതിനകത്ത് ആ കൂടാരത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിന് ഒരു കാര്യം പറയാൻ സാധിക്കും. എൻ്റെ ഈ കൂടാരത്തിനകത്തുള്ളത് മുഴുവൻ ഞാൻ പ്രാപിച്ചത്
ഈ യാഗപീഠത്തിൽ നിന്നാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് വല്ലതും പ്രാപിച്ചവർക്കല്ലാതെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്നാണ് ഞാൻ പ്രാപിച്ചതെന്ന് ഉറപ്പുള്ളവർക്ക് പറയാം, ഞാൻ വല്ലതും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കൂടാരത്തിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് ഈ യാഗപീഠത്തിൽ നിന്നാണ്. ഇസഹാക്കിനെ വരെ ഈ യാഗപീഠത്തിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിന് മറ്റൊരു കാര്യം കൂടെ പറയാൻ സാധിക്കും. അതിനേക്കാൾ ശ്രേഷ്ഠമായത്, എനിക്ക് കിട്ടിയതെല്ലാം ഈ യാഗപീഠത്തിൽ നിന്നാണ് എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഇസഹാക്കിന് മറ്റൊരു കാര്യം കൂടെ പറയാൻ സാധിക്കും. എനിക്കുള്ളത് മുഴുവൻ ഞാൻ ഈ യാഗപീഠത്തിൽ വച്ചതാണ്. നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ചെന്ന് മോരിയ ദേശത്ത് ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ അവന് യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയവുമില്ലാതെ അതികാലത്തെ പുറപ്പെട്ട് അവിടെ ചെന്ന് ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തുമ്പോൾ ഇബ്രാഹാമിനൊരു പ്രാഗൽഭ്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ സകലതും ഞാൻ ഈ യാഗപീഠത്തിൽ ാണ്. ഇന്ന് പകൽ രാത്രികാലം നിന്റെ ജീവിതത്തിലെ ലാഭമായിരുന്ന ചിലതിനെ സകലത്തെയും യാഗപീഠത്തിൽ അർപ്പിച്ച് ഇതെനിക്ക് ദൈവസന്നിധി ഞാൻ പ്രാപിച്ചു, ദൈവത്തിന് ഞാൻ കൊടുക്കാൻ വിശ്വസ്തയോടെ നിൽപ്പാൻ എത്ര പേർക്ക് സാധിക്കും? അവനാണ് അബ്രഹാമിന്റെ സന്തതി. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണിത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ താമസിക്കുന്ന വീടിനെ തൊട്ട് അവൻ പറയും, ഇത് പ്രാർത്ഥിച്ച് ദൈവം തന്ന വീടാണ്. അവൻ്റെ വാഹനത്തെ തൊട്ട് അവൻ പറയും, ഇത് പ്രാർത്ഥിച്ച് ദൈവം തന്ന വാഹനമാണ്. ഹല്ലേലൂയ. അവൻ്റെ വീട്ടിലുള്ള ഓരോ വസ്തുവിനെയും തൊട്ട് അവൻ പറയും, ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്, ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്, ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്, ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. ആമേൻ. തീർന്നില്ല. അവൻ്റെ മക്കളെ തൊട്ടും അവൻ പറയും, ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചിലതിനെയൊക്കെ പ്രാർത്ഥിച്ച് മേടിച്ചവരുണ്ടെങ്കിൽ ആമേൻ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിനക്ക് വേണ്ടി ദൈവം തന്ന നന്മ, നിനക്ക് വേണ്ടി ദൈവം തന്ന അനുഗ്രഹം, നിനക്ക് വേണ്ടി ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് പൊഴിച്ചു തന്ന ഉയർച്ചകളും അനുഗ്രഹങ്ങളും ഇന്ന് രാത്രി എത്ര വലുത്. പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി പൊഴിച്ചു തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവർ പോയിടത്തെല്ലാം അവരെ അനുഗമിച്ചൊരു ആത്മീയ പാറയുണ്ടായിരുന്നു. ആ പാറ ഏതാണെന്ന് തുറന്നെഴുതിയിരിക്കുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശുവുമായി ബന്ധമുള്ളവർക്ക് ഏത് ബന്ധമെന്നറിയാമോ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തുവെന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതി വെച്ചു. അതനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവുമായി ബന്ധമുള്ളവർക്ക് ഒരു കാര്യം ഉറപ്പാണ്. അവർ യാത്ര ചെയ്യുമ്പോൾ അവർ ഒറ്റയ്ക്കല്ല, അവരെ അനുഗമിക്കുന്ന ക്രിസ്തുവാകുന്ന ഒരു പാറയുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മരുഭൂമിയിൽ വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്ന ദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു കാര്യം ഉറപ്പാണ്, അതിൽ വെള്ളം ചാടി പുറപ്പെടുന്ന ഒരു പാറ അവരെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വാസ കണ്ണാൽ എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിലെ വരൾച്ചകൾ മാറ്റുവാൻ, ഇല്ലായ്മകൾ മാറ്റുവാൻ എന്നോട് കൂടെ അനുഗമിക്കുന്ന ഒരു വിശ്വാസത്താൽ കണ്ണുകൊണ്ട് കാണുന്ന ക്രിസ്തുവാകുന്ന ഒരു പാറയുമായി എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് പറയുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് കഴിയും? കരമീർത്ത് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം പുതുക്കിക്കൊണ്ട് എന്നോട് ചേർന്ന് ഒരു വരി മാത്രം പാടാമോ? പിളർന്നോരു പാറയേ നിന്നിൽ ഞാൻ മാറയട്ടെ. ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പാറ, എനിക്ക് വേണ്ടി പിറന്ന പാറ, ആ പിളർന്ന പാളയുടെ വിള്ളലിലേക്ക് എന്നെ സമർപ്പിക്കുന്നുവെന്ന് കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഹല്ലേലൂയ ആ പാറയുടെ പിളർപ്പിൽ എനിക്കൊരു ആശ്രയമുണ്ടെന്ന് കണ്ടെത്തി ഈ യേശുവുമായി ബന്ധമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവനിൽ ആശ്രയമുള്ള ഭാഗ്യവാന്മാരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ കൊടുങ്കാറ്റിൽ, ഈ പിശറിൽ, ഈ പ്രയാസത്തിൽ, പ്രതികൂലത്തിൽ നിനക്ക് ചെന്ന് അഭയം പ്രാപിക്കുവാൻ നിനക്ക് വേണ്ടി പിളർന്ന ഒരു പാറയുണ്ട്. അതാണ് ക്രിസ്തുവാകുന്ന പാറ. അത് എവിടെയാണ് പിളർന്നതെന്നറിയാമോ?
ഈ പാറ പിളർന്ന് വെള്ളം പുറപ്പെട്ടത് എവിടെയാണ്? രഫിദീമിൽ വെച്ച് ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. രഫിദീമിൽ വെച്ച് 17 ഉൽപ്പത്തി പുറപ്പാട് 17 പുറപ്പാട്. മോശ യഹോവയോട് നിലവിളിച്ചു. ചാപ്റ്റർ 17 4. യഹോവ മോശയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. കാരണം രഫിദീമിൽ വെച്ച് ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. ഒരാളോ രണ്ടാളോ അല്ല, 1000-ഓ 2000-ഓ അല്ല, 1,00,000-ഓ 2,00,000-ഓ അല്ല. ഏതാണ്ട് കണക്കനുസരിച്ച് പുരുഷന്മാർ മാത്രം 6,000, 600,000, 6,00,000. അത്രയും തന്നെ സ്ത്രീകളെ കൂട്ടിക്കോ, 12. അതിൻ്റെ ഇരട്ടി പിള്ളേരെ കൂട്ടിക്കോ, 24,00,000. ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ പോപ്പുലേഷനോട് ഏതാണ്ട് അടുത്ത് വരുമെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. കൊച്ചിൻ കോർപ്പറേഷനിലുള്ള എല്ലാ ആളുകളും കൂടെ ഒന്നിച്ച് യാത്ര ചെയ്താലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പലയിടത്ത് താമസിച്ചിട്ട് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. ആലുവാപ്പുഴയിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല, സംവിധാനം ശരിയാവുന്നില്ല പമ്പ് ചെയ്യാൻ. പ്രൈസ് ഗോഡ്. ഇപ്പോൾ പമ്പ് ചെയ്തിട്ട് ഉപ്പാ വരുന്നത്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, 40 വർഷം കാറ്റില്ല, മഴയില്ല, വിഷയമല്ല. 40 വർഷം 30 ലക്ഷം ജനങ്ങളോളം ഒരു ദിവസം പോലും ഒരു തുള്ളി വെള്ളത്തിന് മുട്ടുവരാതെ, നാക്കുണങ്ങാതെ, തൊണ്ട വരളാതെ, ചുണ്ടുണങ്ങാതെ, അവൻ സമൃദ്ധിയായി കോരി കുടിക്കത്തക്കവണ്ണം പോകുന്ന പോക്കില് പാളയത്തിന് ചുറ്റും കവിഞ്ഞൊഴുകിയ ആമേൻ ജലപ്രവാഹം ഉളവാക്കിയ ഒരു പാറ, പിളർന്ന പാറ. ഇന്ന് രാത്രി ഈ യേശുവുമായി ബന്ധമുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, തീയും വെള്ളമില്ലാത്ത അനുഭവത്തിൽ കടന്നു പോകേണ്ടി വന്നാലും, ഉഷ്ണ കാറ്റടിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഇന്ന് രാത്രി വിശ്വസിക്കാമോ, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മുട്ടുമില്ലാതെ എന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഒരു വിശ്വാസമാണ് എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിന്ദകൾ വന്നാലും, ഭാരങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, ഈ യേശു കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ മരുഭൂമിയിൽ കൂടെ സന്തോഷമായിട്ട് യാത്ര ചെയ്യുമെന്ന് ഇസ്രായേൽ മക്കൾക്ക് പറയാൻ സാധിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലക്ഷങ്ങളില്ല, പ്രൈസ് ഗോഡ്, ആയിരങ്ങളില്ല, ഏതാണ്ട് 1000-ൽ താഴെ ഇവിടെ ഇരിപ്പുള്ളെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇത്രയും പേർക്ക് യേശു മതിയായവനാണെന്ന് ഞാൻ പറയുമ്പോൾ വിശ്വസിക്കാൻ എന്താ പ്രയാസം? നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, നിന്റെ നാട്ടിലെ പ്രശ്നങ്ങൾ, നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നമായാലും 40 വർഷത്തെ പ്രശ്നം ഇല്ലല്ലോ. ഏതാണ്ട് 4 വർഷത്തെ പ്രശ്നമോ 4 ആഴ്ചത്തെ പ്രശ്നമോ 4 മാസത്തെ പ്രശ്നമേ കാണത്തുള്ളൂ. എന്നാൽ 40 വർഷം ജയോത്സവമായി നടത്തിയ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ വ്യാപരിക്കുമ്പോൾ, നിന്റെ കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളെ പരിഹരിക്കത്തക്കവണ്ണം യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി മതിയായതാണ്. Rauda Shaida Raitala Bauda Duramala Jalamala Darabara Hatula Bauda Gadaka Jalabala Hatula Bauda Andara Janaba Ragata Rantala Bauda Shabara Jalaba. ഇന്ന് രാത്രി വിശ്വാസത്താൽ ഭാരപ്പെടല്ലേ, ഭയപ്പെടല്ലേ. നിന്റെ വഴി മുടങ്ങിയെന്ന് വിചാരിക്കല്ലേ, ഒന്നും നടക്കുന്നില്ലെന്ന് വിചാരിക്കല്ലേ, ഒന്നും സംഭവിക്കുന്നില്ലെന്ന് വിചാരിക്കല്ലേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്തോത്രം ചെയ്യ്. ഈ മരുഭൂമിയിൽ വെള്ളമില്ലാതെ വരണ്ടു കിടക്കുന്ന ദേശത്ത് മാറയെ മധുരമാക്കുക മാത്രമല്ല, മാറയെ മധുരമാക്കുക, അല്പകാലത്തേക്ക് അവിടെ താമസിപ്പിക്കുക മാത്രമല്ല, നിന്റെ യാത്ര തീരുവോളം, വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവോളം നിനക്ക് പിന്നെ ദാഹമില്ലാതെ ദാഹജലം തന്ന് നടത്താൻ കഴിവുള്ള ഒരു ആത്മീയ പാറയുണ്ട്. ഇന്ന് രാത്രി ആ പാറ ആത്മീയ കണ്ണുകൊണ്ട് കണ്ട്
ആരാധിക്കാൻ സാധിക്കുന്നവർക്ക് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഏത് വിഷയം വന്നാലും, ഏത് പ്രയാസം വന്നാലും, പ്രതികൂലം വന്നാലും, ഹല്ലേലൂയ, കർത്താവിന് കുഞ്ഞുങ്ങൾ പാട്ടു പാടും. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും അവർ പാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ഇന്ന് രാത്രി ആ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ആർക്ക് കഴിയും? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ആമൻ, കർത്താവ് എനിക്ക് കൂടെ, എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ ഈ വരും നാളുകളിൽ എൻ്റെ ദൈവം എന്നെ നടത്തുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഹല്ലേലൂയ ഇന്ന് രാത്രി എൻ്റെ മുമ്പിലുള്ള വാതിലുകളെ തുറക്കത്തക്കവണ്ണം ഒരുവനുള്ളത് കൊണ്ട് ഞാൻ അവനിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നാളിൽ വായിച്ച 26 യെശയ്യാവ് 26:1 തന്നെ വായിച്ച വാക്യം. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. പാട്ട് എഴുതിയിട്ടില്ല, പാട്ടിന്റെ ആശയം എഴുതിയിട്ടുണ്ട്. കേട്ടോട്ടെ. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്. കാമൻ വിശ്വാസം കണ്ടുകൊണ്ട് അത് കാണാൻ കഴിഞ്ഞ് എത്ര പേർക്ക് രാത്രി പാടാൻ സാധിക്കും? ബലമുള്ളൊരു പട്ടണമുണ്ട്. ഒന്ന്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. രക്ഷിക്കപ്പെട്ടവന് കണ്ണുകൊണ്ട് കാണുന്ന മതിലില്ലെങ്കിലും അവന്റെ രക്ഷ ഒരു മതിലാണ്. രക്ഷിക്കപ്പെട്ടവന് കണ്ണുകൊണ്ട് കാണുന്ന കൊത്തളങ്ങൾ ഇല്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ രക്ഷ നിനക്കൊരു കൊത്തളമാണ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ രക്ഷയെ ഹല്ലേലൂയ മറികടന്ന് പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവണ്ണം നിനക്കൊരു സുരക്ഷിതമായ അനുഭവം ഉണ്ടെങ്കിൽ അതാണ് ജീവനുള്ള ദൈവത്തിന്റെ രക്ഷയെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവും ഇല്ല. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഈ നാമത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. ആർക്ക് വേണ്ടി വാതിൽ തുറക്കണം? വിശ്വസ്തതയുള്ള നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. പാട്ടാ കേട്ടോ ഇന്ന് രാത്രി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ ഇതിനകത്ത് ഏതിപ്പെടും? വിശ്വസ്തതയുള്ള കൂട്ടത്തിൽപ്പെടുമോ? ആമേൻ, ഹല്ലേലൂയ. പിന്നെ നീതിയുള്ള കൂട്ടത്തിൽപ്പെടുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയും, ഞാൻ ഇതിൽ രണ്ടിലും പെട്ടുന്നതിനേക്കാൾ ദൈവ സ്തോത്രം, ഇതിൽ രണ്ടിലും പെട്ടെന്നുള്ള തെളിവാണ് കാണേണ്ടത്. മനസ്സിലായോ? വിശ്വസ്തതയുള്ള കൂട്ടത്തിലാണെന്ന്, നീതിയുള്ളവരുടെ കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ പോരാ, തെളിവാണ് കാണേണ്ടത്. ആ തെളിവ് എന്നാന്നറിയാമോ? വാതിലുകൾ തുറക്കുന്നു. വായിച്ചേ, വാക്യം ഒന്ന് വായിച്ചേ. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. ഇന്ന് രാത്രി ഈ 2012 ഡിസംബർ മാസത്തിന്റെ 5-ാം തീയതി രാത്രി നീ വിശ്വസ്തതയുടെ കൂട്ടത്തിലാണെങ്കിൽ, നീ നീതിയുള്ളവരുടെ കൂട്ടത്തിലാണെങ്കിൽ നിനക്ക് അധികാരത്തോടെ കൽപ്പിക്കാം, വാതിലുകളെ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്താൽ നിനക്ക് അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകൃപയാൽ നിന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, ദൈവത്തിന്റെ സ്തോത്രം. കോരഹിനെ കുറിച്ച് കർത്താവ് ഇപ്രകാരം എഴുതി: കോരഹ് എന്റെ ദാസനായിരുന്ന കോരഹ്, അവൻ എന്റെ ഇടയനായിരിക്കുന്ന കോരഹ്, അവന് വേണ്ടി ഞാൻ മുന്നമേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര കഥകളെ തുറന്ന് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയും. ഇന്ന് രാത്രി നിന്റെ ദൈവം നിനക്ക് മുമ്പായി നടകൊണ്ടാൽ, നിന്റെ ദൈവം നിനക്ക് മുമ്പായി പോകാൻ ഇടയായി തീർന്നാൽ, നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ദുർഘടങ്ങളെ, നിന്റെ മുമ്പിൽ വഴി തടഞ്ഞു നിൽക്കുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുക മാത്രമല്ല, അടഞ്ഞു കിടക്കുന്ന താമ്ര കഥകളെ അല്ല തുറക്കുക മാത്രമല്ല, ഇരുമ്പോടാമ്പലുകളെ കട്ട് ചെയ്ത് ഇന്ന് രാത്രി വഴി തുറക്കുന്ന ദൈവമാണ്, വാതിൽ തുറക്കുന്ന ദൈവമാണ്. In the name of Lord Jesus. Iron bolts are going to be cut by the power of God. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില ഇരുമ്പോടാമ്പലുകളെ മുറിയുന്ന രാത്രിയാണ്.
നാളുകളായി നിനക്കെതിരെ ശത്രു അടച്ചുപൂട്ടി വെച്ച വാതിലുകള് തുറക്കാതെ വണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ഇരുമ്പോടാമ്പലിട്ട് പൂട്ടിയെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില ഇരുമ്പോടാമ്പലുകളെ എന്റെ ദൈവം മുറിക്കുന്ന രാത്രിയാണ്. മുറിയട്ടെ. ഇന്ന് രാത്രി ചില വാതിൽ ഇരുമ്പോടാമ്പലുകൾ യേശുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോക്കാം, ദൈവത്തിന് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതുക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ആ പട്ടണത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതൻ രാത്രി തട്ടി വിളിച്ചു. പത്രോസേ, ചെരിപ്പിട്ട് മുറുക്കുക. അതിൻ്റെ മേലോട്ടൊന്ന് വായിച്ച പറഞ്ഞ വാക്യം ഒന്ന് പറഞ്ഞു വായിച്ചു. പത്രോസേ, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ 8-ാം വാക്യം. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ഞാൻ ചോദിക്കട്ടെ, പത്രോസിന് ഇരുമ്പ് വാതിൽ തുറന്ന് വെളി വരാൻ വേണ്ടി താക്കോല് തിരിക്കേണ്ടി വന്നോ? വന്നില്ല. വാതിൽ ചവിട്ടി പൊളിക്കേണ്ടി വന്നോ? വന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പത്രോസ് 2-3 കാര്യം ദൂതൻ പറഞ്ഞു കേട്ടു. ഒന്നുകൂടെ വായിച്ചേ. വായിച്ചത് തന്നെ. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക, അത് പ്രസംഗിക്കാൻ തുടങ്ങിയ വലിയൊരു വിഷയമാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിന് വേണ്ടി അവൻ പറയുന്നത് കേൾക്കുക. പിന്നെ അവൻ അങ്ങനെ ചെയ്തു. പിന്നെ നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ദൈവമക്കളെ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വെളിയിൽ വരണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വേറെ ഒരു മാർഗവും നോക്കണ്ട. ദൈവം പറഞ്ഞതനുസരിച്ച് പുറകെ ചുമ്മാ പോയാൽ മതി. നിനക്കെതിരായി അടച്ചിട്ടിരിക്കുന്ന വഴികളും വാതിലുകളും തുറന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ നിൽക്കുന്ന ദൈവജനത്തിനെതിരായി അടച്ചു വച്ചിരിക്കുന്ന എല്ലാ വാതിലുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ജനത്തിനെതിരായി ശത്രു അടച്ചു വച്ചിരിക്കുന്ന ഹേരോദാവ് പത്രോസിനെതിരായി അടച്ചു വെച്ച വാതിൽ പോലെ അവൻ വാതിൽ അടച്ചു പൂട്ടി താക്കോലെടുത്ത് പോയ അനുഭവത്തിലാണെങ്കിലും ഇന്ന് രാത്രി കർത്താവേ, നിന്റെ ജനം എഴുന്നേൽക്കട്ടെ, നിന്റെ ജനം പുറപ്പെടട്ടെ, നിന്റെ ജനം യാത്ര ചെയ്യട്ടെ, നിന്റെ ജനം മുന്നോട്ട് പോകട്ടെ. വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്ക്. ശക്തിയോടെ ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ചില വാതിലുകൾ തുറക്കണം. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി അനുഭവിച്ച് ചില വാതിലുകൾ തുറക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നിങ്ങൾ ദൈവമക്കളാണോ? നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ ദൈവമക്കളാണോ? നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണോ? നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ പറയണമെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പറയണം. പണ്ടേയുള്ള കഥകളെ ഒന്ന് വായിച്ച ഒന്ന് പറഞ്ഞു. സങ്കീർത്തനം വായിച്ചേ. വാതിലുകളെ ഏഴാം വാക്യം, 24-ാം സങ്കീർത്തനം 7-ാം വാക്യം കേട്ടാട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. ആമേൻ. അപ്പോൾ വാതിലിന് എന്തുണ്ട്? തലയുണ്ടല്ലേ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. അപ്പോൾ വാതിലിന് എന്തുണ്ട്? തലയുണ്ട്. തലയുണ്ടെങ്കിൽ ചെവിയുണ്ട്. ചെവിയുണ്ടെങ്കിൽ കേൾക്കുകയും ചെയ്യും. ഇന്ന് രാത്രി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിർജ്ജീവമാണെന്ന്. ശരിയാ, വാതില് പണ്ടങ്ങാണ്ടുണ്ടായ മരത്തേന്ന് വെട്ടിക്കൊണ്ടുവന്ന് അറുത്തെടുത്ത താടി വെച്ച് പണിത് ആണിയടിപ്പ് ഉറപ്പിച്ച വാതിലാണ്. വാതിലിന് ചെവിയുമില്ല, വാതിലിന് തലയുമില്ല. പക്ഷെ വാതിൽ അടച്ചു വച്ചേക്കുന്നതിന് ചെവിയുമുണ്ട്, വാതിൽ അടച്ചു വച്ചേക്കുന്നതിന് തലയുമുണ്ട്. ഇന്ന് രാത്രി നീ കൽപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ, അടച്ചു വച്ചവൻ്റെ തലയിലോട്ട്, അടച്ചു വച്ചവൻ്റെ ചെവിയിലോട്ട് ഇന്ന് രാത്രി ദൈവവചനം മുഴങ്ങിച്ചെന്നിട്ട് നിന്റെ വഴി അടഞ്ഞത് ആരാണോ, നിന്റെ വഴി അടച്ചത് ആരാണോ, അവനെ കൊണ്ട് തുറപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യമാണ് ഇന്ന് രാത്രി എനിക്ക് നിനക്കും വേണ്ടി വ്യാപരിക്കേണ്ടത്. രക്തം ചെയ്യും യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിനെതിരായി അടച്ചു വെച്ച വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ I command in the name of Lord Jesus, let it open.
I break the power of devil tonight. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശത്രുവിന്റെ കെട്ടുകളെ ഞാൻ അഴിക്കുകയാണ്. ശത്രുവിന്റെ ബന്ധനങ്ങളെ ഞാൻ അഴിക്കുകയാണ്. ശത്രു തടഞ്ഞു വെച്ചത് കഴിഞ്ഞ 2012 11 മാസങ്ങളായിട്ട് നീ തടഞ്ഞു വെച്ചത് ഇന്ന് രാത്രി ഈ 12ാം മാസത്തിൽ നിന്റെ ജനത്തിന്റെ മുമ്പിൽ തുറന്ന് പറ്റൂ. ശക്തിയോടെ കരമടിച്ച് അല്പസമയം ആരാധിച്ചാട്ട് ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, കൃപയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരാധനയിൽ ഉയരട്ടെ. വാതിലുകൾ തുറക്കട്ടെ. കർത്താവേ, ഇന്ന് രാത്രി കഷ്ടപ്പാടെ വന്നിരിക്കുന്ന, വേദനയോടെ വന്നിരിക്കുന്ന, ദുഃഖത്തോടെ വന്നിരിക്കുന്ന, നിരാശയോടെ വന്നിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ അടച്ചിട്ട വാതിലുകൾ, അടച്ചിട്ട വഴികൾ, അടച്ചിട്ട ഗേറ്റുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ഇനി കർത്താവ് ഇത് അടഞ്ഞു കിടക്കാൻ പാടില്ല. ഈ വാതിൽ അടഞ്ഞു കിടക്കാൻ പാടില്ല. നിന്റെ ജനം വെളിയിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന വാതിലുകൾ ഇനി അടഞ്ഞിരിക്കാൻ പാടില്ല. ജീസസ്. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ മലർക്ക തുറക്കുന്ന ചില വാതിലുകൾ എന്നെ കാണിക്കുന്നു. അത് നിനക്ക് വേണ്ടി ആകട്ടെ, അത് നിന്റെ കുടുംബത്തിന് വേണ്ടി ആകട്ടെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആകട്ടെ, നിന്റെ വീടിന് വേണ്ടി ആകട്ടെ, നിന്റെ ജീവിതത്തിന്റെ നന്മകൾക്ക് വേണ്ടി ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്ന ചില വാതിൽ തുറന്നേ ഇവിടുന്ന് പോകാവും. 20 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ 20 മിനിറ്റ് പിത്തം പിടിച്ചവരൊന്നും ഇരിക്കേണ്ട. വിശ്വാസത്താൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് നീതിയുള്ള തലമുറ, വിശ്വസ്തതയുള്ള ജാതി. അവൻ ആ വാതിൽ കടക്കേണ്ടതിന് വാതിൽ തുറന്നു വെപ്പിനല്ലേ. യെശയ്യാ പ്രവചനം വായിച്ച 25:1-2 വായിച്ച വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിശ്വസ്തതയും നീതിയുമുള്ള ഒരു ജാതിയുടെ കൂട്ടത്തിലാണെന്ന് എത്ര പേർക്ക് സാധിക്കും പറയാൻ? സംശയമുണ്ടെങ്കിൽ റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. നമ്മൾ ഏത് വർഗത്തിൽപ്പെടുന്ന അറിയണമല്ലോ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നിനക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ദൈവത്തോട് എനിക്ക് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് എനിക്ക് സമാധാനമുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു സ്തോത്രം പറ. ആമേൻ. എങ്ങനെ ഈ ഉറപ്പ് പ്രാപിച്ചെന്നറിയാമോ? അതുകൂടെ പറയാം. 10-ാം അധ്യായം റോമാലേഖനം തന്നെ 10-ാം അധ്യായം 9-ാം വാക്യം. എങ്ങനെ ഈ ഉറപ്പ് ഞാൻ പ്രാപിച്ചു? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ അവനൊരു കോട്ട മതിലാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ അവനൊരു കൊത്തളമാണ്. ഇന്ന് രാത്രി ഈ കോട്ട തകർത്ത് ഒരു ശത്രു അകത്ത് കയറുവാൻ സമ്മതിക്കാത്തൊരുവൻ ഇതിന്റെ അധിപനാണ്. ഇന്ന് രാത്രി ആധിപത്യം അവന്റെ തോളിന്മേൽ ഉണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നുവെന്ന് വചനത്തിൽ എഴുതിയ ദൈവകൃപ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ എങ്ങനെയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത്? യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ഗോഡ്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവൻ ജീവനുള്ള ദൈവമായി എൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല, ഈ യേശു ഈസ് മൈ സേവിയർ. ഈ യേശു എൻ്റെ രക്ഷിതാവ്. ഇന്ന് രാത്രി ഈ യേശുവിനെ ഞാൻ ഈ പറഞ്ഞതുപോലെ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ജീവനുള്ള ദൈവമായി എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ.
ഇതിന് കരമുയർത്താൻ ആർക്കെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു അവസരം തന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ച ദൈവം, ലോകത്തെ എന്നെയും നിന്നെയും സ്നേഹിച്ച ദൈവം ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നു. നിനക്കെതിരായി വരുന്ന ആയുധങ്ങളെ തകർത്തുകൊണ്ട്, നിനക്കെതിരായി അടഞ്ഞ വാതിലുകളെ തുറന്നുകൊണ്ട്, നിനക്കെതിരായി അടഞ്ഞ വഴികളെ തുറന്നുകൊണ്ട് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം, നിന്നെ അനുഗമിക്കത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ പാറയായി യേശു ക്രിസ്തു, ആ പാറ ഇന്ന് മുതൽ നിന്റെ കൂടെ വരുമെന്ന് വചനം ഉറപ്പു തരുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം. The greatest assurance that ever a man can ever have in this world. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉറപ്പെന്നാണെന്നറിയാമോ? അഷുറൻസ് എന്നാണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ളത്. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? യേശുവിൻ്റെ കൂടെയുണ്ട്, യേശുവിൻ്റെ കൂടെയുണ്ട്, യേശുവിൻ്റെ കൂടെയുണ്ട്. എൻ്റെ പ്രശ്നങ്ങളിൽ കൂടെയുണ്ട്, എൻ്റെ വേദനകളിൽ കൂടെയുണ്ട്, എൻ്റെ ഭാരങ്ങളിൽ കൂടെയുണ്ട്, എൻ്റെ കഷ്ടങ്ങളിൽ കൂടെയുണ്ട്. നിന്നെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞു, ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു, അവനെ ചുമന്നുകൊണ്ട് നടക്കുന്ന മൃഗവാഹനങ്ങളും തളരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ജീവനില്ലാത്ത ദൈവങ്ങളെ, ജീവനില്ലാത്ത ഹല്ലേലൂയ, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, നാവുണ്ടെങ്കിലും സംസാരിക്കാത്ത അവൻ മൂഢ വിഗ്രഹങ്ങളെ ചുമന്നുകൊണ്ട് പോകുന്ന അവൻ കഴുതകളും കുതിരകളും ആനകളും അതുപോലെയുള്ള മൃഗവാഹനങ്ങൾ കുനിയുമ്പോൾ ഈ പുള്ളി കുനിയും. അതാണ് 45-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ബേൽ വണങ്ങുന്നു, 46 ബേൽ വണങ്ങുന്നു, ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. നെബോ കുനിയുന്നു. എങ്ങനെ കുനിയാതിരിക്കും? പുള്ളി യാത്ര ചെയ്യുന്ന മൃഗം കുനിഞ്ഞാൽ പുള്ളി കുനിഞ്ഞേ പറ്റൂ. എന്നാൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, കെരൂബുകൾക്ക് മീതെ യാത്ര ചെയ്യുന്ന ഒരുവനുണ്ട്, ജീവനുള്ള ഒരുവനുണ്ട്. അവനെക്കുറിച്ച് യെഹെസ്കേൽ കണ്ടത് ഇങ്ങനെയാണ്: കെരൂബുകൾ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ട് പോകും, അത് തിരിയാതെ നേരെ പോകും. ഇന്ന് രാത്രി നിന്റെ ദൈവം ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വായിൽ നിന്ന് ഇരുവായ്പുള്ള വാൾ പുറപ്പെടുന്നവൻ, നസ്രയനായ യേശു എന്റെ യേശുവാണെന്ന്, എന്റെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. യേശു എനിക്ക് മുമ്പായി നടകൊള്ളുമ്പോൾ, ഈ യേശു എനിക്ക് മുമ്പായി നടകൊള്ളുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പണ്ടേയുള്ള കഥകളെ, വാതിലുകളെ ഉയർന്നിരിപ്പി. യേശു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ ആ ഭാഗം വായിച്ചിട്ട് ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ട്. കാരണം വാതിലൊക്കെ എന്ത് ചെയ്യാണ്? നമ്മുടെ അവിടെ ആ 24 സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ച വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. നോർമലി എഴുതേണ്ടത് വാതിലുകളെ നിങ്ങൾ തുറന്നിരിക്കാനല്ലേ. അടുത്ത വാക്യം, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. പണ്ടേയുള്ള കഥകളെ തുറന്നിരിപ്പിൻ, അതല്ലേ നോർമലായിട്ട് വരേണ്ടത്. പക്ഷെ എഴുതിയിരിക്കുന്നത് ഉയർന്നിരിക്കാൻ. ഞാനിതിങ്ങനെ മനസ്സിലാക്കി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ചെന്നാൽ ഇത് തുറന്നാലേ എനിക്ക് അപ്പുറത്ത് പോകാൻ പറ്റൂ. പക്ഷേ ഞാൻ വെറും പാവപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ഇത് തുറക്കുന്ന ഒരു ഉറപ്പുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ, അടുത്ത വാക്യം വായിച്ച്, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനുമായ യഹോവ തന്നെ. ഈ ബലവാനായ യുദ്ധവീരനായ കർത്താവായ യേശു ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നടക്കുന്നത് ഞാൻ പറയാം. ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് ഞാൻ പറയാം. ആ വാതിലങ്ങനെ അടഞ്ഞു കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ യേശുവുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെ ചെല്ലുന്നതെങ്കിൽ ബോൾട്ട് തുറന്ന് തുറന്നാൽ എനിക്ക് അപ്പുറത്ത് കിടക്കാൻ പറ്റൂ. എന്നാൽ എൻ്റെ യേശുവുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തുറക്കാനൊന്നും നേരമില്ല, ബോൾട്ട് മാറ്റാനൊന്നും നേരമില്ല. പ്രൈസ് ഗോഡ്. ഇരുമ്പോടാമ്പിലെ കട്ട് ചെയ്ത് വാതിലങ്ങ് പൊക്കി മാറ്റുകയാണ്. വാതിലുകളെ, തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ പൊക്കി ദൂരെ എറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ഈ 2012 11 മാസങ്ങളിലും നിന്റെ മുമ്പിൽ അടച്ചിട്ട് വാതിലുകൾ, യേശുവിന്റെ കൂടെ നീ മുന്നോട്ട് പോയാൽ ഇന്ന് രാത്രി അതിനെ എടുത്ത് പൊക്കി ദൂരെ എറിയുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരമുണ്ട്. ആ കാഴ്ച, എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതില് പൊക്കി ദൂരോട്ട് അങ്ങ് എറിഞ്ഞ് മാറ്റുന്ന ഒരു കാഴ്ച വിശ്വാസം കൊണ്ട് എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്?
അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അടുത്ത പടി എന്നറിയാമോ? ഇങ്ങനെ പാടാനും സാധിക്കണം. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാൽ. ആമേൻ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുരുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുരുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മുടെ കഴിവല്ല, നിങ്ങളുടെ ആരുടെയും കഴിവല്ല, എൻ്റെ കഴിവല്ല, ഫെയ്ത്ത് സിറ്റിയുടെ കഴിവല്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെയും കഴിവല്ല. യേശു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒരൊറ്റ കാര്യം ഇന്ന് ഉറപ്പാക്കിയേ പോകാവൂ. 2012 കടന്നു പോകാൻ ഈ ദിവസങ്ങളേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാക്കണം, ഈ യേശു കൂടെയുണ്ട്. അത് ഉറപ്പാക്കിയാൽ അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് നിന്നെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാകും. പ്രൈസ് ഗോഡ്. വേറെ ഒരു 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 പരിപാടി ജയിക്കത്തില്ല കേട്ടോ. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. വായിച്ചേ. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു. ഈ ദൈവം നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കേണ്ട ദൈവമല്ല, നിങ്ങൾ ചുമക്കേണ്ട ദൈവമല്ല.
നിങ്ങളെ ചുമക്കുന്ന ദൈവമാണ്, നിന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടത് എന്നെ ചുമക്കുന്ന ഒരു ദൈവമാണ്, എന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രി നിന്നെ വഹിക്കാൻ കഴിവുള്ള, നിന്നെ ചുമക്കാൻ കഴിവുള്ള, നിന്നെ എടുത്തുകൊണ്ട് നടക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ കണ്ടെത്തിയവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആ ദൈവം ആരാ? ആ ദൈവം ആരാ? ആ ദൈവം ആരാ? ആ ദൈവം ആരാ? ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഈ 5 പ്രാവശ്യം പറഞ്ഞിട്ട് ശരിയായില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതെ, ബോധം വന്ന എപ്പോഴാണ് ബോധം വന്നത്? പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ട് ഇത് പറയിപ്പിച്ചു. എല്ലാവരും ഷൂ 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 എന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, ഷൂ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ യേശു എന്ന് പറയാമെന്ന് ചോദിച്ചു. യേശു യേശു എന്ന് പറയുന്നതിനേക്കാൾ ആമൻ 10 മാറ്റ വ്യത്യാസമുണ്ട്. എൻ്റെ യേശു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നാട്ടിലുള്ള ഏറ്റവും വലിയ പണക്കാരൻ കാശുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറയും ദാണ്ട പോകുന്നു, പണക്കാരൻ പോകുന്നെന്ന് പറയും. പ്രൈസ് ഗോഡ്. നാട്ടിലുള്ള ഏറ്റവും വലിയ കാശുകാരൻ അവൻ ജാഗൂർ കാറുമായിട്ട് പോയാൽ ഞാൻ പറയും നാട്ടിൽ ഏറ്റവും വില പിടിച്ച കാറുമായിട്ട് പോകുന്നെന്ന് പറയും. പ്രൈസ് ഗോഡ്. നാട്ടിലുള്ള ഏറ്റവും വലിയ പണക്കാരൻ്റെ വലിയ മാളിക കെട്ടിപ്പൊക്കിയാൽ ഞാൻ പറയും നാട്ടിലെ ഏറ്റവും പണക്കാരൻ്റെ വീടാണെന്ന് പറയും. എന്നാൽ എൻ്റെ അപ്പച്ചൻ കെട്ടിപ്പൊക്കിയാലുണ്ടല്ലോ, ഞാൻ നാട്ടുകാരുടെ കാര്യം പറയത്തില്ല, എൻ്റെ അപ്പൻ്റെ വീടാന്ന് പറയും, ഇത് എൻ്റെ അപ്പൻ്റെ കാറാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ നാമം ആരുടേതാണ്? എൻ്റെ യേശുവിൻ്റെ നാമം. വ്യക്തിപരമായി യേശുവുമായി ബന്ധമുള്ളവർക്ക് ഇന്ന് രാത്രി ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് നിന്നെ ചുമക്കുന്നത്? ആരാണ് നിന്നെ വഹിക്കുന്നത്? ആരാണ് നിന്നെ ജയോത്സവമായി നടത്തുന്നത്? Oh, in the name of Lord Jesus of Nazareth, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല. നിന്റെ യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളില്ല. നിന്റെ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കട്ടെ. യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. പറയാൻ പറ്റുമോ? എൻ്റെ യേശുവിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്നാ പറയാം? എനിക്ക് മനസ്സിലായെന്ന് പറയാം, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് രാത്രി യേശു എൻ്റെ ഉള്ളത്തിലുള്ളത് കൊണ്ട്, യേശു നിന്റെ ഉള്ളത്തിലുള്ളത് കൊണ്ട്, യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്, നീ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നിനക്ക് അസാധ്യമായ ഒന്നുമില്ലെന്ന ഒരു പദവിയിലാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. ജീസസ്, 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 ജീസസ്. ഇന്ന് രാത്രി അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. വായിച്ച് അവസാനിപ്പിക്കുക. അടുത്ത വാക്യം. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും. ഗർഭം മുതൽ വഹിക്കപ്പെട്ട ഈ ഏജഗോളി വന്ന് ഈ 2012 25-ാം തീയതി ഒന്നും അല്ല നിന്നെ കണ്ടത്. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ നിന്നെ കണ്ട ഒരു ദൈവമാണ് ഈ ദൈവം. ഗർഭം മുതൽ വഹിക്കപ്പെടുന്ന ദൈവമാണ് ഈ ദൈവം. വായിച്ചാട്ട്. ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി. ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി. യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പി. അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാട്ടെ. നിങ്ങളുടെ വാർദ്ധക്യം വരെ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. അങ്ങനെ പിന്നെ ഓൾഡ് ഏജ് ഹോം എന്തിനാ? നിന്നെ ചുമക്കാൻ വേറെ, നരച്ചാലും ചുമക്കാൻ ഒരാളുണ്ടെങ്കിൽ മക്കൾ തള്ളിക്കളയട്ടെ, മരുമക്കൾ തള്ളിക്കളയട്ടെ, വീട്ടുകാരും നാട്ടുകാരും തള്ളിക്കളയട്ടെ. നിന്നെ നരച്ചാലും ചുമക്കാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിച്ചവർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. മാതാവ് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആർക്കെങ്കിലും മാതാ മക്കളെ കൊണ്ട് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരോട് ക്ഷമിച്ചിട്ട് പറ, നിങ്ങൾ എന്നെ ചുമക്കണ്ട, നിങ്ങൾ എന്നെ വഹിക്കണ്ട, നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യണ്ട, എന്റെ ദൈവം എന്നെ ചുമക്കും. ഇന്ന് രാത്രി ഉറപ്പോടെ പറയാൻ എത്ര പേർക്ക് സാധിക്കും? എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ യേശു, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഞാൻ ചോദിക്കട്ടെ, മരണം വരെ എന്നെ ചുമക്കാൻ ഈ യേശു മതിയായവനാണെന്ന് ഉറപ്പുള്ളവരൊരു സ്തോത്രം ചെയ്യാമോ? ഈ യേശുവിനെ എന്നെ വഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് ചിന്തിക്കുന്നൊരു സ്തോത്രം ചെയ്യാമോ?
ഇനി അടുത്തത്, ഈ യേശു എൻ്റെ യേശുവാണെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വായിച്ച 25-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ 4 വരെ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്. സ്ഥിരമാനസൻ കേട്ടോ, ഇത് ഇന്ന് എടുത്ത തീരുമാനം ഇനി മാറ്റുന്ന പ്രശ്നമില്ല. പറയാൻ പറ്റുമോ? വായിച്ചേ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. എങ്ങനെ കാക്കും? പൂർണ്ണ സമാധാനത്തിൽ. പ്രൈസ് ഗോഡ്. തീർന്നോ? യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. 2012 ഈ അവസാനത്തെ മാസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനി ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല, വ്യവസ്ഥിതികളിൽ ആശ്രയിക്കത്തില്ല, പ്രസ്ഥാനങ്ങളിൽ ആശ്രയിക്കത്തില്ല, സഭകളിൽ ആശ്രയിക്കത്തില്ല, പുരോഹിതന്മാരിൽ ആശ്രയിക്കത്തില്ല, പാസ്റ്റർമാരിൽ ആശ്രയിക്കത്തില്ല, ഒരു മനുഷ്യരിലും ആശ്രയിക്കത്തില്ല, സഹായിക്കാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലും മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കത്തില്ല. ഞാനിനി ആശ്രയിക്കാൻ പോകുന്നത് യാഹാം ശാശ്വത ദൈവത്തിൽ. പ്രൈസ് ഗോഡ്. തീരുമാനമെടുക്കുന്ന ഒരു കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി ആ തീരുമാനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹം ഞാൻ പറഞ്ഞ പോലെ കോരിക്കൊണ്ടു പോകണം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ചിലത് കോരിക്കൊണ്ടു പോകാൻ താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഇനി 1-2 ചോദ്യം ചോദിക്കാൻ പോവുക. ഇന്ന് രാത്രി രോഗശാന്തിയുടെ ഒരു അനുഭവം കോരിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യാം. തലമുറകളുടെ നന്മയുടെ അനുഗ്രഹം കോരിക്കൊണ്ടു പോകാൻ വന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. കുടുംബജീവിതത്തിൽ നന്മയുടെ അനുഗ്രഹം കോരിക്കൊണ്ടു പോകാൻ, പ്രൈസ് ഗോഡ്. ബിസിനസ്സിൽ ചില നന്മകളുടെ അനുഗ്രഹം കോരിക്കൊണ്ടു പോകാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരോഗ്യത്തിൽ ചില നന്മകളുടെ അനുഗ്രഹം കോരിക്കൊണ്ടു പോകാൻ, പ്രൈസ് ഗോഡ്. ജോലിയുടെ ചില നന്മയുടെ അനുഗ്രഹങ്ങൾ കോരിക്കൊണ്ടു പോകാൻ, ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കുന്നത് കണ്ടുകൊണ്ടു പോകാൻ. ഓ ജീസസ്. കരമുയർത്തി ഇന്ന് രാത്രി ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നോട് എത്ര ഉറക്കെ പറയാമോ അത്ര ഉറക്കെ പറ. കർത്താവായിരിക്കുന്ന യേശുവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയൻ അടുത്തു വരുന്നു. ഇന്ന് രാത്രി കേട്ട വചനം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്നത് ഞാൻ ഈ വിശ്വാസ കണ്ണാൽ കാണുന്നു. യേശുവേ, ഇന്ന് രാത്രി ചില വാതിലുകൾ, താമ്ര കതകുകൾ തുറക്കട്ടെ, ഇരുമ്പോടാമ്പലുകൾ മുറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ ആരോഗ്യത്തിനെതിരായി, ബിസിനസ്സിനെതിരായി, തലമുറകൾക്കെതിരായി, കുടുംബജീവിതത്തിനെതിരായി, യാത്രകൾക്കെതിരായി, ജോലിക്കെതിരായി അടച്ചു വച്ചിരിക്കുന്ന എല്ലാ താമ്ര കതകുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തുറക്കട്ടെ. ഇരുമ്പോടാമ്പലുകൾ ഇന്ന് രാത്രി മുറിയട്ടെ. കരം പിടിച്ച് ആരാധിക്കുക. വിശ്വാസത്താൽ ചില നടക്കുന്നത് കണ്ട് ആരാധിക്കുക. Be healed in the name of Jesus. Be healed, be healed, be healed, be healed. ഇന്ന് രാത്രി സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി കേടുകൾ മാറട്ടെ. ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് രാത്രി പോരുകൾ മാറട്ടെ. ഇന്ന് രാത്രി കെട്ടുകൾ അഴിയട്ടെ. കോട്ടകൾ ഇടിയട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം.